ആ റിസൾട്ട് വരുന്ന ഒരു മൊമെൻ്റ് ഇല്ലേ, നമ്മളെല്ലാവരും എല്ലാ പ്രൊഫഷണൽ കോഴ്സും ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ പ്രൊഫഷണൽ കോഴ്സായാലും അവസാനം കൺഗ്രാജുലേഷൻ അല്ലെങ്കിൽ പാസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കാണുമ്പോൾ നമുക്ക് ആ ഒരു മൊമെൻ്റ് ഉണ്ടത്. ഇപ്പോൾ പറയുമ്പോൾ പോലും നമുക്ക് ഒരു ഫീലാണ്, അത് ഭയങ്കരല്ലാത്തൊരു ഫീലാണ്. ഉണ്ടായിരുന്നു ആ ഒരു റിസൾട്ട് വന്ന് പാസ്. കാരണം ഇപ്രാവശ്യത്തെ റിസൾട്ട് എന്നൊക്കെ പറയുന്നത് സാധാരണ പോലെയല്ല. അതായത് വന്നിട്ട് വെയിറ്റ് ചെയ്യാൻ പറയാം. നമ്മൾ ക്യൂലാണ്, നിങ്ങൾ ക്യൂലാണ്, 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറയാം. ചില ആൾക്ക് റിസൾട്ട് വന്നു, പാസ് എന്നുണ്ട്, സ്കോറില്ല. അപ്പോൾ ചോദിക്കുക, സാറേ ഇത് പാസ്സാവോ, ഇനി പാസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് തോക്കോ? ഇനി സ്കോർ വന്നിട്ടുണ്ട് ഔട്ട്, അതന്നെയല്ലേ ഒറിജിനൽ എന്നല്ലേ സ്കോർ. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്താ ശരിക്കും ആ സമയത്ത്? ഫസ്റ്റ് ഞാൻ പാർട്ട് 2 ആണ് ആദ്യം അറ്റൻഡ് ചെയ്തത്. പാർട്ട് 2 എക്സാം ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആ എസ് ഓപ്പൺ ആയി അറ്റൻഡ് ചെയ്തപ്പോഴേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, സ്കോർ വീഴും, MCQയിലായാലും മാർക്ക് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ 440 അത്രയും മാർക്കൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ ഇതേപോലെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ വേറൊരു സ്റ്റുഡൻറ്റിനും ഏകദേശം എനിക്ക് വന്ന സിമിലർ എസ്സേ ചോദിച്ചത്. അപ്പോൾ അവൾക്കും കുഴപ്പമില്ല, സിമ്പിളാന്നൊക്കെ പറഞ്ഞ് അറ്റൻഡ് ചെയ്തിയ കോൺഫിഡൻസ് ആ ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് അവൾ റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ അവൾ ഫെയിലായി എന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ കോൺഫിഡൻസ് പോയി. സെയിം എസ്സേ വന്നു, ഇതും പോയി, ഇനി ഇത് നോക്കാനുള്ളൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് എന്തായാലും നോക്കിയല്ലേ പറ്റുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ 440 കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളി. അത് അൽഹംദുലില്ലാ അത്രയും കിട്ടിയത്. പിന്നെ സെക്കൻഡ് പാർട്ട് 1 എഴുതിയപ്പോഴായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ നേരെ എല്ലാം തിരിഞ്ഞുപോയി. എനിക്ക് അത്യാവശ്യം നല്ല ടഫായിരുന്നു. കാരണം ചില സെക്ഷൻ ഇയും എഫും ഈ 2 സെക്ഷൻസിന് മാത്രം കുറേ തിയറി ക്വസ്റ്റ്യൻസും, അതും അധികം നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയായിരുന്നു അതിൽ വന്നത്. അപ്പം അതിൽ MCQ സെക്ഷൻ എനിക്ക് നല്ല ടഫായിരുന്നു. എസ്സേ വിൻഡോ നമ്മൾ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ഡേറ്റ് എടുത്തുകൊണ്ട് എസ്സേ ഓൾമോസ്റ്റ് എല്ലാം അറിയാവുന്നതുകൊണ്ട് എസ്സേ കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. ബട്ട് എന്നാലും റിസൾട്ട് വരുമ്പോൾ 360 ആണ് നമുക്ക് പാസ് ആവേണ്ടത്. ഞാൻ 350 പൊട്ടും എന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഇതായിരുന്നത്. പിന്നെ പ്രാർത്ഥിക്കുക, അതന്നെ ഉള്ളൂ, പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഭയങ്കര സ്പിരിച്വലായി എന്നൊക്കെ കേട്ടെ.